താങ്കളുടെ മകൾ ജസ്നയെ ഈ പറയപ്പെട്ട മഹറിന് പകരം താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. നല്ല സുന്ദര കാണാനായിട്ടും നല്ലോണം ചേരുന്നുണ്ട് കളറ്. വീട്ടില് വാപ്പാടെ പുന്നാരപ്പുള്ളിയാണ്. വാപ്പ എല്ലാം അവക്ക് കൊണ്ടേ കൊടുക്കും. ചെക്കനെ കുറിച്ച് പറഞ്ഞാല് പൊളിയാണ്, ചെക്കൻ മാസാണ്. അത്രയും നമുക്ക് ആറ്റിറ്റ്യൂഡ് അത് പാവമാണ്. കല്യാണം എന്ന് പറഞ്ഞത് അല്ലാത്തൊരു ഇതാണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എല്ലാം പഠിച്ചോണ്ടില്ല ഒക്കെ നമുക്ക് പറയാൻ പറ്റൂല. വീട്ടില് അടിപൊളിയാണ്, ചില്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇളയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റത്തെ കല്യാണമാണ്. നമ്മൾ തകർക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് മെയിനായിട്ട്. എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫാമിലി. അല്ലാണ്ട് മിസ് ചെയ്യും, ഭയങ്കര ഇമോഷണൽ ആവും. പിന്നെ വാപ്പിച്ചാണ് എന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളത്. വാപ്പാക്ക് എന്നെ വെച്ചാൽ ഭയങ്കര കാര്യമാണ്. പിന്നെ ഉമ്മച്ചിക്ക് വരെ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. ആളെ കണ്ട് എൻ്റെ നിക്കാഹ് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് കുറച്ച് ഓക്കെ ആയി, ഹാപ്പി ആയി. ഓൾറെഡി സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് നോക്കിയത് ആളെയായിരുന്നു. ആളെവിടെയാണ് ഫസ്റ്റ് നോക്കിയത്. അതിന് നിക്കാഹ് കഴിഞ്ഞ ആളെ കണ്ടപ്പോഴാണ് കുറച്ചുകൂടി സെറ്റായത്. रेशमी से धागे जैसी उलझी है राहें तुमसे, किस्मतों ने अपनी हमें चुना. बीते सारे ഇത്താന്ന് വെച്ചാൽ പൊളിയല്ലേ. അവരില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ഒരു എത്തുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ്. അവരൊക്കെ നല്ലോണം എനിക്ക് മിസ് ചെയ്യും. പിന്നെ ഇക്കകമാര് പൊളിയാണ്. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോ ഇവിടം വരെ എത്താൻ പറ്റിയതും. വിഷമമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരിതാണ്. ടെൻഷനും ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ട് നല്ലോണം. ഇനി എല്ലാം പഠിച്ചു. I promise to protect with my life.